പിണറായി വിജയന്റെ ഓഫീസിന് മുന്നിൽ ഒരു ബോർഡ് വെക്കണം. അത് ഇങ്ങനെയാകണം: ഇവിടെ ഹീറോകൾ ആക്കി കൊടുക്കപ്പെടും. നമ്മളാരും പറയുന്നതല്ല കേട്ടോ, ഇത് സോഷ്യൽ മീഡിയ പറയുന്നതാണ്. സൈബർ ഇടത്തെ ചൂടുള്ള ചർച്ചകളുമായി ഇതാ ലൈക്ക് എത്തി. സംഗതി ട്രോളോട് ട്രോളാണ്. പിണറായി വിജയനോട് യുദ്ധം പ്രഖ്യാപിച്ച് ഒടുവിൽ തോറ്റമ്പിയ ആളാണ് അൻവർ. പാർട്ടി കൂടി ഉണ്ടാക്കിയതോടെ ആകെ പൊളിഞ്ഞു പാളീസായി. ആ അൻവറാണ് ഇപ്പോൾ വീണ്ടും പുലിയായത്. ഒരിക്കൽ കടന്നലുകളുടെ രാജാവ്, ഇന്ന് പെരുവഴിയിൽ. എന്തൊക്കെയായിരുന്നു കടന്നൽ രാജയുടെ ഒരവസ്ഥ. എന്നാലും അമ്പുക്കാക്ക് ഈ ഗതി വന്നല്ലോ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പൂട്ടിയിട്ട ഓഫീസ് ഉപരോധിച്ച് പൊതുമുതൽ നശിപ്പിച്ച് ജയിലിൽ പോകുന്ന ആദ്യ MLA എന്ന റെക്കോർഡ് ഇനി അമ്പുക്കാക്ക് സ്വന്തം. പിതൃതുല്യം തരുന്നത് എന്താന്ന് വെച്ചാൽ അവിടുന്ന് അങ്ങ് സ്വീകരിക്കുക. ഞാനൊരു നിയമസാമാജികനെ MLA ആയതുകൊണ്ട് ഇപ്പം വഴങ്ങുക. അല്ലെങ്കിൽ പിണറായിന്റെ അപ്പന്റെ അപ്പം വിചാരിച്ചാലേ എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. നിയമത്തിന് കീഴടങ്ങണം. സാക്ഷാൽ VD സതീശൻ വരെ ഇപ്പോൾ അൻവറിനൊപ്പമാണ്. ഇങ്ങനെ പോയാൽ അൻവറിനെ UDF-ൽ എത്തിച്ചതിന്റെ ക്രെഡിറ്റും പിണറായിക്കിരിക്കും. മറ്റൊന്നുകൂടിയുണ്ട് കേട്ടോ, എപ്പോഴും ഏടാകൂടമായ അൻവറിനെ UDF-ന്റെ തലയിൽ വെക്കാനുള്ള പിണറായി ബ്രില്യൻസ് ആണോ കേരളം കണ്ടത്? അങ്ങനൊരു സാധ്യതയും ഇല്ലാതില്ല. അല്ലെങ്കിൽ പിണറായിന്റെ അപ്പന്റെ അപ്പം വിചാരിച്ചാലേ എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. നിയമത്തിന് കീഴടങ്ങണം. നിയമസഭയിലെ പൊതുമുതൽ നശിപ്പിച്ചവരെ എന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്? ഇക്കയോടൊപ്പം നിയമസഭ പൊളിച്ചവർ മന്ത്രിയായിട്ടുണ്ടെങ്കിൽ ഇതും നമ്മൾ അതിജീവിക്കും. അങ്ങനെ ഇക്ക ജയിലിലുമായി. രാജാവിനെ കുറിച്ചുള്ളത് പറഞ്ഞാൽ MLA എന്നല്ല, പ്രധാനമന്ത്രിയാണെങ്കിലും ഞങ്ങൾ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും. ഓ, ഇത് മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാനുള്ള കുശാഗ്രവത്തി ഇല്ലേ? എന്റെ പൊന്നെ, ഞാൻ എന്തുവായി കേൾക്കുന്നേ? ഗുരു എന്നെ ഒന്ന് അനുഗ്രഹിച്ചാട്ടെ. അനുഗ്രഹമൊക്കെ അവനോട് പത്രക്കാരും ചാനലുകാരും ഒക്കെ റെഡിയാ. എന്നാ പിന്നെ തുടങ്ങിക്കോ. ഹണി റോസിന്റെ പുതിയ പോരാട്ടമാണ് സോഷ്യൽ മീഡിയയെ ചൂടുപിടിപ്പിക്കുന്ന മറ്റൊന്ന്. കുറെ കാലമായി നീണ്ടു നിൽക്കുന്ന സൈബർ അധിക്ഷേപങ്ങളോടുള്ള ഹണിയുടെ യുദ്ധപ്രഖ്യാപനം. സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരെ, നിങ്ങളോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് ഹണി. എന്തായാലും ഹണിയുടെ കമന്റ് ബോക്സ് ക്ലീനാക്കൽ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് പലരും. ഇടം വലം നോക്കാതെ ഹണിക്ക് കട്ട സപ്പോർട്ടാണ് ലഭിക്കുന്നത്. വെരി ഗുഡ്. ഈ ഒരു പ്രതികരണം കുറച്ച് നേരത്തെ വേണമായിരുന്നു. 10 പുത്തനുണ്ടെന്ന് വെച്ച് പച്ചത്തറ പറയാമെന്ന് കരുതിയോ? പച്ചത്തറ പറയാമോ? ധീരമായി മുന്നോട്ട് വരിക. പൂച്ചയ്ക്ക് ആരെങ്കിലും മണി കെട്ടിയേ തീരും. ഹണിക്കൊപ്പമാണ് സോഷ്യൽ ലോകം. അധിക്ഷേപ കമന്റ് ഇട്ടവർ അകത്തായി തുടങ്ങി. ഇനി ഹണിയെ നിരന്തരം അപമാനിച്ച ആളുകൂടി അകത്താകണമെന്ന് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന മറ്റൊന്നാണ് തമിഴ് താരം വിശാലിന്റെ ആരോഗ്യനില. പുതിയ സിനിമയായ മദഗജരാജയുടെ പ്രീ റിലീസ് ചടങ്ങിനെത്തിയ വിശാലിനെ കണ്ടതാണ് ആരാധകരെ ആശങ്കയിലാക്കിയത്. ஆடவே கூடாது வாழ்க்கையில் அப்படின்னு சொல்லும் போது நான் டோர் ஓப்பன் பண்ணி பாரு, இவரு தான் பாடுறாரு அப்படின்னு சொன்னாங்க. അസിസ്റ്റന്റിന്റെ സഹായത്തോടെ നടന്ന് വേദിയിലെത്തിയ വിശാൽ സംസാരിക്കുമ്പോഴെല്ലാം കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റി വിശാലിനെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പനി കൂടിയതാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സോഷ്യൽ മീഡിയ തന്നെ മറുപടി നൽകുന്നുണ്ട്. എന്തായാലും പ്രിയതാരം വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് എല്ലാവരും ഒന്നടങ്കം പറയുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിൽ സൂപ്പർ താരത്തെയല്ല, സൂപ്പർ ടീമിനെയാണ് വേണ്ടത്. പറയുന്നത് മറ്റാരുമല്ല, മുൻ താരം ഇർഫാൻ പഠാനാണ്. മുൻ നായകൻ വിരാട് കോഹ്ലിയെ നേരിട്ട് തന്നെ വിമർശിക്കുകയാണ് പഠാൻ. ഇങ്ങനെ ഒരു സീനിയർ താരത്തെ ടീമിൽ ആവശ്യമില്ല എന്ന് തന്നെ പഠാൻ പറയുന്നു. ബോർഡർ ഗാവസ്കർ ട്രോഫിയിൽ 5-ൽ 3 ടെസ്റ്റുകളും തോറ്റ് ഇന്ത്യ പരമ്പര കൈവിട്ട സാഹചര്യത്തിലാണ് പഠാന്റെ വിമർശനം. അതുകൊണ്ട് തന്നെ പഠാനൊപ്പമാണ് സോഷ്യൽ മീഡിയയുടെ ഭൂരിഭാഗവും. കോഹ്ലിക്കോ പഠാനോ, ആർക്കാണ് ലൈക്ക് എന്ന് ചോദിച്ച് ഈ ലൈക്ക് അവസാനിക്കുന്നു. ബൈ.